ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പോളിയോ രോഗനിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പിന്റെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 12-ന് നടക്കും. 3 തരം വൈറസുകളാണ് പോളിയോ രോഗമുണ്ടാക്കുന്നത്. ഇതിൽ 1ഉം 2ഉം വൈറസുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്നും പോളിയോ രോഗം നിയന്ത്രണ വിധേയമല്ലെന്ന് RCH ഓഫീസർ ഡോക്ടർ അനിത പറഞ്ഞു. ഇന്ത്യയിൽ പോളിയോ കേസ് ഇല്ല എന്ന് വെച്ചാലും നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പോളിയോ കേസസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൾസ് പോളിയോ എന്നുള്ള പ്രോഗ്രാം നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾ വൈറസ് ഇവിടെ എത്തി നമ്മുടെ കുട്ടികൾക്ക് പോളിയോ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ പോളിയോ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല. പക്ഷെ നമുക്ക് പ്രതിരോധിക്കാം. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസ് പോളിയോ വാക്സിനേഷനാണ്. ആ വാക്സിനേഷൻ ഇപ്പം നമുക്ക് ഈ പൾസ് പോളിയോ പ്രോഗ്രാമിൽ നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നും വൈറസുകൾ എത്താൻ സാധ്യതയുള്ളതിനാലാണ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി തുള്ളിമരുന്ന് നൽകുന്നതെന്നും മെഡിക്കൽ ഓഫീസർ സൈന പറഞ്ഞു. ജില്ലയിലെ 1,92,597 കുട്ടികൾക്കും അതിഥി തൊഴിലാളികളുടെ 363 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകാനായി 2,157 ബൂത്തുകളുടെ സജ്ജീകരണം, കൂടാതെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും തുള്ളിമരുന്ന് വിതരണം നടക്കുമെന്നും അറിയിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.